ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. മലപ്പുറം താത്ത പറഞ്ഞിട്ടുണ്ട് എന്നെ പറ്റി ആരും വീഡിയോ ചെയ്യരുത്, ഞാൻ ഡിപ്രഷൻ്റെ പടുകുഴിയിലാണ് എന്നൊക്കെ. അവരെ പറ്റി വീഡിയോ ചെയ്യാനായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ 2-3 പേര് വന്ന് റിക്വസ്റ്റ് ചെയ്തു. അവർ വീണ്ടും ഹസ്ബൻഡുമായിട്ട് വന്ന് പിണങ്ങിക്കുന്നു, നിങ്ങളൊരു വീഡിയോ ചെയ്യാമോ എന്ന്. അതിന് പ്രകാരം അവരുടെ വീഡിയോയിൽ ചെന്ന് നോക്കിയപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഹസ്ബൻഡുമായിട്ട് പിണങ്ങിയ ദിവസം മുതലേ ഇന്നലെ വരെയുള്ള അവരുടെ തമ്പനയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മുഴുവനും അവരുടെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്താ പറയുക, അമ്മയോടൊപ്പമുള്ള ആദ്യത്തെ പെരുന്നാൾ, എൻ്റെ വിഷമം എങ്ങനെയാണ്, അങ്ങനെ ഈ പേഴ്സണൽ ലൈഫിലെ ഈ വിഷമങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവരുടെ തമ്പനയിൽ മൊത്തം. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ശരിക്കും പറഞ്ഞാൽ സെൽഫ് മാർക്കറ്റിംഗ് ആണ്. എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് ഭർത്താവും കുഞ്ഞുങ്ങളുമായിട്ട് പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ യൂട്യൂബ് വീഡിയോകൾ ഇടുമ്പോൾ അതിൽ ഇങ്ങനെ ഒരു പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെടുത്തി ഒരുപാട് പേർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ആ വ്യൂസ് കൂടും, സ്വാഭാവികമായിട്ട് അവരുടെ ചാനലിന് നല്ലൊരു ഹൈപ്പ് ഉണ്ടാവും, വരുമാനം ഉണ്ടാവും. ഇതൊക്കെ തന്നെയാണ് ഇവരുടെ കണ്ണിലും. ഇതൊന്നും അറിയാതെ എല്ലാവരും അയ്യോ സാരല്ല 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 എന്ന് പറഞ്ഞ് ഇവരെ ഒരുപാട് സമാധാനപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെയായാലും ഇവരുടെ ലൈഫിലുള്ള ഇവരൊരു 17 വയസ്സിൽ വിവാഹിതയായതുകൊണ്ട് തന്നെ അതുവരെ ഒരേ ഒരു മകൾ എന്നുള്ള പ്രിവിലേജും ഇത്രയും ആങ്ങളമാരുടെ ഒരേ ഒരു പെങ്ങൾ എന്നുള്ള പ്രിവിലേജും വാത്സല്യം ഒക്കെ അനുഭവിച്ച കാരണം അവർ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവും കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു വാത്സല്യം കൊതിക്കുന്ന ഒരു മകൾ, അതാണല്ലോ തൊട്ടാ അവർ സ്വന്തം വീട്ടിലേക്ക് വരുന്നത്. ഇനി അവരുടെ ജീവിതത്തിൽ സാധാരണയായിട്ടുള്ള ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു വീട്ടമ്മ ഒരു യൂട്യൂബർ എന്നുള്ള നിലയിലേക്ക് മാറുമ്പോൾ അവരുടെ ലൈഫിൽ വന്ന ആ ഹൈപ്പ് ഉണ്ടല്ലോ, അതിലവർ അവരുടെ അപ്പോഴത്തെ ആ ഒരു പ്രിവിലേജ് യൂട്യൂബർ എന്നുള്ള ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എൻജോയ് ചെയ്യാനായിട്ട് മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട്. കാറ് വാങ്ങുന്നു, ഡ്രൈവിങ് പഠിക്കുന്നു, അങ്ങനെ അതിലൊന്നും ആ ഹസ്ബൻഡ് എതിരല്ല. അയാൾ ഒരു അറിവിന്തിരിപ്പൻ ഹസ്ബൻഡൊന്നുമല്ല. ഭാര്യയുടെ ആ യൂട്യൂബ് എന്നുള്ള ആ ഒരു മീഡിയ അവളെ വളരെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് തന്നെ അവതരിപ്പിക്കാനായിട്ട് അയാൾ അനുവദിക്കുന്നുണ്ട്. വസ്ത്രം ഇങ്ങനെ ആവണമെന്നൊക്കെയുള്ള ചെറിയ നിഷ്കർഷ അയാൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിനനുസരിച്ച് ഭർത്താവും മക്കളും ഇവരോടൊപ്പം അത് എൻജോയ് ചെയ്യാൻ ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹം. അതിപ്പോൾ നമ്മളുടെയൊക്കെ ആഗ്രഹം അങ്ങനെയാവുമല്ലോ, നമുക്കൊരു സന്തോഷം വന്നാൽ അത് അവരും കൂടി പങ്കുചേരണം. പക്ഷേ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു 10 വയസ്സിന് മീതെയുള്ള ആളാണ്. ആ 10 വയസ്സിലുള്ള മനസ്സിൻ്റെ പക്വത, ജീവിതത്തോട് കണിശമായിട്ടുള്ള ഒരു അപ്രോച്ചുള്ള ആളാണ്, തൻ്റെ തൊഴിലിനോടൊരു 100% ഡെഡിക്കേഷനുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെ ഈ യൂട്യൂബ് കാര്യങ്ങളുമായിട്ട് ഇയാളെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇയാളുടെ രീതിക്ക് പോകുന്നു. ഭാര്യ ഒരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ തൻ്റെ തൊഴിലിനോ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലോ ഒരു മാറ്റം വരുത്താൻ അദ്ദേഹവും തയ്യാറാവുന്നില്ല. മക്കളെ സംബന്ധിച്ചിടത്തോളം ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷിൽ കുടുങ്ങിപ്പോയ 3 കുട്ടികൾ. അപ്പോൾ മലപ്പുറം താത്തയിൽ ആ 34 വയസ്സുകാരിയായിട്ടുള്ള അപക്വയായിട്ടുള്ള ഭാര്യ, സ്നേഹവും വാത്സല്യവും ഒക്കെ മക്കളോടുണ്ടെങ്കിലും ഈ ഒരു നിസാരമായിട്ടുള്ള ഈഗോയുടെ മേലെ എന്നാൽ പിന്നെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ചില അവസരങ്ങളിലെങ്കിലും അവർക്ക് സങ്കടം വരും. കാറൊക്കെ അങ്ങനെ ഷെഡിൽ കിടക്കുന്നു, എന്തുകൊണ്ട് എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് അവരുടെ ലൈഫിനനുസരിച്ച് അവരുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് മൂവ് ചെയ്തുകൂടാ. ഈ ചെറിയ പിണക്കം മുതലെടുത്ത് ഇവർ സ്വന്തം വീട്ടിൽ വരും, അവിടെ നിന്ന് അവർ വീഡിയോകളിടും, മാക്സിമം മാർക്കറ്റ് ചെയ്യും, മാക്സിമം പൈസ ഉണ്ടാക്കി. ഇതൊക്കെ തന്നെയാണ് ഇതിൽ സംഭവിക്കുന്നത്. അല്ലാതെ ആരും എന്നെപ്പറ്റി വീഡിയോ ചെയ്യരുത് എന്ന് പറയാനാണെങ്കിൽ ഇവരിത് വീട്ടിൽ മിണ്ടാതിരിക്കണമായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം യൂട്യൂബിലേക്ക് വലിച്ചഴക്കരുത്. ഞാനിങ്ങനെ പിണങ്ങിയിട്ടാണ് വന്നിട്ടുള്ളതെന്നുള്ള അടിയിലുള്ള കമൻറ്റിന് ഇത്രയും മാത്രം അസഹിഷ്ണുത കാണിക്കേണ്ട ആവശ്യം എന്താ? അവർ പിണങ്ങിയിട്ടല്ലെങ്കിൽ ഞാൻ പിണങ്ങിയിട്ടല്ല, എൻ്റെ അമ്മയെ നോക്കാനാണെന്ന് അവർക്ക് പറയാലോ. അപ്പോഴും അവരെ ഡിപ്രഷനാണ്. എൻ്റെ അമ്മയെ വിളിച്ച് എൻ്റെ ഭർത്താവ് പറഞ്ഞു നന്നായി ഭേദമായിട്ട് കൊണ്ടുവന്നാൽ മതി. നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 3 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു കുടുംബ സെറ്റപ്പിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു വയ്യായി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ചികിത്സ തരിക പ്രത്യേകിച്ച് നമ്മുടെ കുടുംബനാഥൻ അല്ലെങ്കിൽ ഭർത്താവായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? ഇവരുടെ ബാലിശമായിട്ടുള്ള സ്വഭാവം, അപക്വമായിട്ടുള്ള ജീവിതത്തോടുള്ള അപ്രോച്ച്. പക്ഷേ ഇതിലൊക്കെ കുരുങ്ങിക്കിടക്കുന്ന ചെറിയ മക്കളുണ്ട്, 2 പെൺകുട്ടികൾ ഉൾപ്പെടെ. ചെറിയ കുട്ടികളൊക്കെ വഴിതെറ്റിപ്പോകുന്ന ഒരു ആപത്കരമായിട്ടുള്ള ഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവരും ഇവരുടെ മക്കളെ പറ്റി ആ ഒരു വേവലാതിയൊക്കെ ഉണ്ടെങ്കിലും ഒരു അഭിമാനം ഓർത്തിട്ട് അവർ തിരിച്ച് വരുന്നില്ല. അവരുടെ വീഡിയോയിൽ അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ സിസേറിയൻ കഴിഞ്ഞ് 3 മുറിവുകൾ ഉണ്ടായ ആളാണ്, ആ മുറിവുമ്മ തൊടുമ്പോൾ അത്രയും വേദന ഉണ്ടാവും. ഇത്രയും ത്യാഗവതിയായിട്ടുള്ള ഒരു അമ്മ ഒരിക്കലും മക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ഇങ്ങനെ അകന്ന് നിൽക്കില്ല.
അമ്മ എന്നുള്ള പദത്തിന് സിസേറിയൻ്റെ മുറിവൊന്നുമല്ല അടിസ്ഥാനം. അവർക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ ഒരമ്മ എന്നുള്ള നിലയ്ക്കുള്ള സേവനം ആവശ്യമുള്ള സമയങ്ങൾ, അവരുടെ പ്രധാനപ്പെട്ട പരീക്ഷാ സമയത്ത്, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, അപ്പോഴൊന്നും പ്രത്യക്ഷയാവാത്ത അമ്മ 3 സിസേറിയൻ്റെ മുറിവുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഥ പറഞ്ഞിട്ടൊന്നും അതിനൊന്നും യാതൊരു വക അർത്ഥമില്ല എന്നുള്ളതാണ്. ജീവിതം എന്ന് പറയുന്നത് പല രീതിയിലും നമ്മളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെയൊക്കെ അതിജീവനം ചെയ്ത് തൻ്റെ കുടുംബത്തെയും കുട്ടികളെയും ചേർത്ത് പിടിക്കുകയാണ് ശരിക്കും അവരുടെ കടമ. പ്രത്യേകിച്ച് അവർ ഒരു കുടുംബിനിയായ സ്ഥിതിക്ക്, അല്ലെങ്കിൽ പിന്നെ അവർ വിവാഹം കഴിക്കരുതായിരുന്നു. പിന്നെ ഒരു യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് അവർ പബ്ലിക് മീഡിയയിൽ വന്ന് ഇങ്ങനെയുള്ള തമ്പനയിൽ, വളരെ കണക്റ്റഡ് ആയിട്ടുള്ള തമ്പനയിൽ ഇടുകയും എന്നാൽ പിന്നെ എന്നെപ്പറ്റി ആരും വീഡിയോ ചെയ്യരുത് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കുകയും, ഞങ്ങളുടെ കുടുംബത്തിൽ ഇനി ഒരു പ്രശ്നവും ഇല്ല, ഞാനിങ്ങനെ വയ്യാണ്ട് വന്നതാണ്, ഡിപ്രഷനാണ് എന്നൊക്കെ അവർ പറയുകയും കുറേ കരച്ചിൽ നടത്തുകയും ആ ഒരു സെൻസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞ് അവർ ഒരുപാട് വ്യൂസ് ഉണ്ടാക്കുകയും, ഇനി ഇതൊന്നും ആയില്ല, ചിലപ്പോൾ ശരിക്കും ഇവർ സാമ്പത്തിക നേട്ടത്തിനായിട്ട് തന്നെ വീടുമായിട്ട് ഇവർ വേണ്ട രീതിയിൽ കണക്ഷൻ ഉണ്ടാവും. നമ്മൾ കാണുന്ന ഈ 10 മിനിറ്റ് ആയിരിക്കുമല്ലോ ഇല്ലല്ലോ അവരുടെ ജീവിതം. അപ്പോൾ അവർ ചിലപ്പോൾ അവരുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ പോകുന്നുണ്ടാവും, അവർ ഇങ്ങോട്ട് വരുന്നുണ്ടാവാം. ജസ്റ്റ് ഒരു കമേഴ്ഷ്യലൈസേഷൻ, ബിസിനസ് എന്നുള്ള രീതിക്ക് അവർ ആ യൂട്യൂബ് ചാനലിനെ കണ്ട് ഇങ്ങനെയൊക്കെയുള്ള കഥകൾ ഉണ്ടാക്കുന്നതായിരിക്കാം. എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.